ഈ കുട്ടി മോഡൽ ചെയ്യുന്നത് എപ്പോഴും പാരൻസിനെയാണ്. അപ്പോൾ ഈ കുട്ടി നോക്കുകയാണ്, ബിസിനസ്സുകാരനായ എൻ്റെ അച്ഛൻ ഉറങ്ങാൻ സമയമില്ല, ഭക്ഷണം കഴിക്കാൻ സമയമില്ല, ഞങ്ങളോട് തമാശ പറയാൻ സമയമില്ല, ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ സമയമില്ല. ഈ അച്ഛൻ്റെ അസാന്നിധ്യം കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന അമ്മ. ഈ ഈ സിറ്റുവേഷനിലാണ് ഈ കുട്ടി വളർന്നു വരുന്നത്. ഈ കുട്ടിയോട് ഈ ബിസിനസ് ഏറ്റെടുക്കാൻ പറഞ്ഞാൽ ഈ കുട്ടി എന്താ ചിന്തിക്കുക? അച്ഛൻ്റെ തലവേദന എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കുന്നു. ഇവിടെ ഇതല്ല വേണ്ടത്. നമ്മുടെ ബിസിനസ്സിനെ നമ്മളില്ലാതെ തന്നെ വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യുന്ന, പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ്സാക്കി മാറ്റിക്കഴിഞ്ഞാൽ പുതിയ തലമുറ അതിനെ ഏറ്റെടുക്കാൻ പറ്റും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പീസ് വർക്ക് എന്ന് പറയുന്നത്. പീസ്ഫുള്ളായിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ഇല്ല എന്ന് നോക്കുക. അപ്പോഴും ഈ കുട്ടിക്ക് ഈ ചിന്തയുണ്ടാവില്ല. അച്ഛൻ ഞങ്ങൾക്ക് അവൈലബിൾ ആണ്, ഞങ്ങളുടെ സ്നേഹം പങ്കിടാനുണ്ട്. പക്ഷേ ബിസിനസ്സിൽ നഷ്ടം വരുന്നു, സ്ട്രഗിൾ ചെയ്യുന്നു. അപ്പം ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യണമെന്നതിലേക്ക് കുട്ടി ചിന്തിക്കും. ഇതാണ് ഈ ലെഗസി ബിസിനസ്സിൻ്റെ ഒരു ചലഞ്ച്. ഇപ്പോൾ ടാറ്റയെ പോലുള്ള വലിയ വലിയ ബിസിനസ്സുകൾ എന്തുകൊണ്ട് റൺ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവർക്കൊരു റോളുമില്ല. അവരൊരു പൊസിഷനിലിരുന്ന് അവരുടെ റോൾ നിർവഹിച്ചാൽ മതി. ബിസിനസ് ഓട്ടോമാറ്റിക് റണ്ണിങ് ആണ്.